ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ സിലിണ്ടർ റീബോൾട്ട് ചെയ്തതിനു ശേഷം എങ്ങനെ നമുക്ക് റീസെറ്റ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വണ്ടിയിൽ നിന്ന് അയച്ചെടുത്ത സമയത്ത് നമ്മുടെ പിസ്റ്റൻ്റെയും അതുപോലെ സിലിണ്ടറിൻ്റെയൊക്കെ കണ്ടീഷൻ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മളെല്ലാം റീബോർ ചെയ്തെടുത്തു. പിന്നെ അതുപോലെ നമ്മൾ പുതിയൊരു പിസ്റ്റൺ വാങ്ങി, പിസ്റ്റൺ റിങ്സും എല്ലാം പുതിയത് വാങ്ങി. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം വണ്ടീൻ്റെ പിസ്റ്റൺ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത്, അതായത് റിങ്സ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം സിലിണ്ടറിൻ്റെ അകത്ത് ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. സിലിണ്ടർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിലേക്ക് പാക്കിങ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം പാക്കിങ് നല്ല രീതിയിൽ അനാബോണ്ടൊക്കെ തേച്ചതിന് ശേഷം ജസ്റ്റ് അതിലേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ സിലിണ്ടർ ഫിറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അതായത് പാക്കിങ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ രണ്ട് സാധനങ്ങളുണ്ട്. അതായത് നമ്മളുടെ സിലിണ്ടറിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അതിലുണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക, ഇല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അതിലേക്ക് വെച്ച് കൊടുക്കുക. അടുത്തതായിട്ട് സിലിണ്ടർ കിറ്റ് സെറ്റ് ചെയ്യുന്നതാണ്. സിലിണ്ടർ കിറ്റ് ഒരു പകുതിയോളം ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റും അതുപോലെ പിസ്റ്റണും കൂടെ ഒന്ന് കണക്ട് ചെയ്യാനുണ്ട്. അപ്പം അത് കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ലോക്കും സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ജസ്റ്റ് താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പിസ്റ്റൺ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ആ ഒരു സ്പേസ്, അതായത് അതിൻ്റെ അടിയിൽ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് വെക്കുന്ന ലോക്ക് കൊടുക്കാനുള്ളൊരു സ്പേസ് നിങ്ങൾ വെച്ചതിന് ശേഷം മാത്രമാണ് പിസ്റ്റൺ സെറ്റ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് താത്തി വെച്ചിട്ട് പിന്നെ അതിനുള്ളിൽ ലോക്ക് ചെയ്യാം. ഇനി പിസ്റ്റൻ്റെ രണ്ട് സൈഡിലും ലോക്ക് ഇട്ടതിന് ശേഷം സിലിണ്ടർ നേരെ താഴോട്ടൊന്ന് തള്ളിക്കൊടുക്കുക. അപ്പോൾ അതവിടെ സെറ്റായി നിൽക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ വാൽവ് സെറ്റ് ചെയ്യാണ്. വാൽവ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിലേക്ക് ഗ്യാസ്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഗ്യാസ്കറ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മളുടെ രണ്ട് ബാലൻസിങ്ങിനുള്ള രണ്ട് സംഭവം ഉണ്ട് ഇട്ട് കൊടുക്കാൻ. അത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വാൽവ് ജസ്റ്റ് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഇതിന് മുകളിൽ ടാപ്പറ്റ് വെച്ചതിന് ശേഷം അതിൽ 4 ബോൾട്ട് വരുന്നുണ്ട്. ആ 4 ബോൾട്ട് നല്ല രീതിയിൽ ടൈറ്റാക്കി കൊടുക്കുക. അപ്പം തന്നെ ആ സിലിണ്ടറും കാര്യങ്ങളെല്ലാം ഒന്ന് ടൈറ്റ് ആവുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ ടൈമിംഗ് ചെയിൻ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായി ടൈമിംഗ് ചെയിൻ നമ്മളെ ടാപ്പറ്റിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം നമ്മൾ അയച്ച അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യണം. അതായത് അതിൻ്റെ ഒരു അടയാളം അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ ഉള്ളൂ ടൈമിംഗ് കറക്റ്റ് ആവുള്ളൂ.
അടുത്തതായിട്ട് നമ്മൾ അതിലൊരു 8ൻ്റെ ബോൾട്ട് 2 വരുന്നുണ്ട്. അപ്പോൾ അത് 2 ഇട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് കെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് അത് അബദ്ധവശാൽ അത് വീണ് കഴിഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിൻ്റെ ആ സൈഡ് മൊത്തം അഴിക്കേണ്ടി വരും. അപ്പം അത് ശ്രദ്ധിക്കുക. A few moments later. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ മാഗ്നറ്റ് സൈഡ് മൊത്തം അയക്കേണ്ടി വന്നു. കാരണം ഞാൻ മുകളിൽ ബോൾട്ട് ഇട്ട സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് അത് സ്ലിപ്പായി താഴോട്ട് പോയി. അപ്പം അത് കെയർ ചെയ്യുക. പിന്നെ അതുപോലെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ക്ലോത്തോ കാര്യങ്ങളോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം അടിയിലേക്ക് നെറ്റ് വരാത്ത രീതിയിൽ, അതായത് ബോൾട്ട് അതിന് മുകളിൽ അഥവാ സ്ലിപ്പായി കഴിഞ്ഞാലും അടിയിലേക്ക് എത്താത്ത രീതിയിൽ നമുക്ക് സേഫ്റ്റി ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഓയിലൊന്ന് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിക്കുക. പിന്നെ അതുപോലെ കാർബറേറ്റർ പിന്നെ അതുപോലെ ടാങ്കെല്ലാം ഒന്ന് ഫിറ്റ് ചെയ്യാം. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വണ്ടി ഇപ്പോൾ ഓക്കെ ആയി, നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. അപ്പം പിന്നെ ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ ഹെഡും പിന്നെ അതുപോലെ ബാക്കി ബോഡിയും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് വണ്ടി പഴയ കണ്ടീഷനിലേക്ക് തന്നെ ആക്കിയെടുക്കണം. പിന്നെ അതുപോലെ ബാക്കിയുള്ള വീഡിയോസ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അപ്പോഴത്തേക്ക് സ്റ്റോറേജ് ഫുള്ളായി പോയതുകൊണ്ട് റെക്കോർഡിങ് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വീഡിയോ കണ്ട് ഒരുപാട് പേര് ചോദിച്ചതാണ് നമ്മളെ ഇത് ചെയ്യുന്നതിന് എത്രയായി, കോസ്റ്റ് എത്രയായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ആരും കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക.